ബാൽക്കൻസിലെ നോസ്ട്രാഡമസ് എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന ബാബ വാങ്ക സൈക്കിക് പ്രവചനങ്ങളുടെ ലോകത്തിലെ ഏറ്റവും നിഗൂഢ വ്യക്തികളിൽ ഒരാളാണ്. 1911 ഇന്നത്തെ വടക്കൻ മാസിഡോണിയയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് അവർ ജനിച്ചത്. അവരുടെ ആദ്യകാല ജീവിതം ലളിതമായിരുന്നു. അവരെ കാത്തിരുന്ന അസാധാരണമായ ഭാവിയെക്കുറിച്ച് അവർക്ക് അറിയില്ലായിരുന്നു. 12-ാം വയസ്സിൽ ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടപ്പോൾ അവരുടെ ജീവിതം എന്നേക്കുമായി മാറി. കൊടുങ്കാറ്റ് അവരെ അന്ധയാക്കി. പക്ഷേ പലരും വിശ്വസിക്കുന്നത് അത് അവർക്ക് ഒരു പ്രത്യേക സമ്മാനം നൽകി എന്നാണ്, ഭാവി കാണാനുള്ള കഴിവ്. ഈ കഴിവ് അവർക്ക് ലോകമെമ്പാടുമുള്ള പ്രശസ്തി നേടിക്കൊടുത്തു. ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമായിരുന്നില്ല. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആകർഷകമായ ഒരു വ്യക്തിയായി മാറിയ പ്രധാന ആഗോള സംഭവങ്ങളെക്കുറിച്ചും അവർ സംസാരിച്ചു. അവരുടെ ജീവിതകാലത്ത് പ്രധാന ആഗോള സംഭവങ്ങൾ അതിശയകരമായ കൃത്യതയോടെ പ്രവചിക്കുന്നതിൽ ബാബ വാങ്ക പ്രശസ്തിയായി. ചെർണോബിൽ ആണവ ദുരന്തം, സോവിയറ്റ് യൂണിയന്റെ പതനം, അമേരിക്കൻ ഐക്യനാടുകളിലെ 9/11 ആക്രമണങ്ങൾ എന്നിവ അവരുടെ പ്രശസ്തമായ പ്രവചനങ്ങളിൽ ചിലതാണ്. അവരുടെ അനുയായികളിൽ പലരും അവർക്ക് ആത്മീയ ലോകവുമായി സവിശേഷമായ ഒരു ബന്ധമുണ്ടെന്ന് വിശ്വസിച്ചു. ഇത് വിശദീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഭാവി കാണാനുള്ള കഴിവ് അവർക്ക് നൽകി. ലോകമെമ്പാടുമുള്ള പ്രശസ്തി ഉണ്ടായിരുന്നിട്ടും ബാബ വാങ്ക എളിമയുള്ള ജീവിതമാണ് നയിച്ചത്. സമ്പത്തോ അധികാരമോ നേടുന്നതിനു പകരം ഉപദേശത്തിനായി തന്റെ അടുത്തെത്തിയവരെ സഹായിക്കുന്നതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവരുടെ പ്രവചനങ്ങൾ ഇന്നും ആളുകളെ പ്രചോദിപ്പിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നു. പലരും ഭാവിയെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശത്തിനായി അവരുടെ ദർശനങ്ങളിലേക്ക് നോക്കുന്നു. 2025 ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ അവരുടെ ഏറ്റവും കൗതുകകരമായ കാര്യങ്ങളിൽ ഒന്നാണ്. ഈ വർഷം അടുക്കുമ്പോൾ അവരുടെ ദർശനങ്ങൾ കൂടുതൽ ശ്രദ്ധ നേടുന്നു. 2025 പാരിസ്ഥിതിക, സാമൂഹിക, രാഷ്ട്രീയ, സാങ്കേതിക പ്രതിസന്ധികൾ ഉൾപ്പെടെ മനുഷ്യരാശിക്ക് അസാധാരണമായ വെല്ലുവിളികൾ കൊണ്ടുവരുമെന്ന് അവർ വിശ്വസിച്ചു. അവരുടെ കാഴ്ചപ്പാടിൽ രാജ്യങ്ങളുടെയും വ്യക്തികളുടെയും ശക്തിയും പൊരുത്തപ്പെടലും പരീക്ഷിക്കുന്ന വലിയ മാറ്റങ്ങൾ ലോകം അഭിമുഖീകരിക്കും. വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങൾ മുതൽ ഊർജ്ജ ദൗർലഭ്യം വരെയും കൃത്രിമ ബുദ്ധിയുടെ ദ്രുതഗതിയിലുള്ള ഉയർച്ച വരെയും അവരുടെ പ്രവചനങ്ങൾ അടിയന്തര തയ്യാറെടുപ്പും ചിന്തനീയവുമായ ആസൂത്രണവും ആവശ്യമുള്ള ഒരു ഭാവിയെ സൂചിപ്പിക്കുന്നു. 2025 ബാബ വാങ്കയുടെ ഏറ്റവും ഭയപ്പെടുത്തുന്ന പ്രവചനങ്ങളിൽ ഒന്ന് പ്രകൃതി ദുരന്തങ്ങളുടെ കുത്തനെയുള്ള വർധനവാണ്. വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, ഭൂകമ്പം തുടങ്ങിയ കൂടുതൽ പതിവും കഠിനവുമായ സംഭവങ്ങൾ അവർ മുൻകൂട്ടി കണ്ടു. ആഗോള താപനത്തിൽ നിന്ന് ഉയരുന്ന സമുദ്രനിരപ്പ് തീരദേശ നഗരങ്ങളെ ഭീഷണിപ്പെടുത്തുകയും വെള്ളപ്പൊക്കം കാരണം മുഴുവൻ ജനങ്ങളെയും പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുകയും ചെയ്യും. ജീവൻ നഷ്ടപ്പെടുത്തുക മാത്രമല്ല, ദശലക്ഷക്കണക്കിന് ആളുകൾ പാർപ്പിടവും അടിസ്ഥാന വിഭവങ്ങളും കണ്ടെത്താൻ പാടുപെടുന്നതിനാൽ മാനുഷിക പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്യും. 2025 താപനത്തിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ മോശമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ആഗോള നടപടിയുടെ അടിയന്തര ആവശ്യകത അവരുടെ പ്രവചനം എടുത്തു കാണിക്കുന്നു. ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങളിൽ കടുത്ത വരൾച്ച ഉണ്ടാകുമെന്നും ഇത് വൻതോതിലുള്ള വിളനാശത്തിനും ഭക്ഷ്യക്ഷാമത്തിനും കാരണമാകുമെന്നും ബാബ വാങ്ക പ്രവചിച്ചു. പരിമിതമായ വിതരണത്തിനായി രാജ്യങ്ങളും സമൂഹങ്ങളും മത്സരിക്കുന്നതിനാൽ ഇത് വിഭവങ്ങളെ ചൊല്ലി ഗുരുതരമായ സംഘർഷങ്ങൾ സൃഷ്ടിക്കും. അസ്വസ്ഥതയ്ക്ക് ആക്കം കൂട്ടുകയും രാഷ്ട്രീയ സംഘർഷങ്ങൾ വഷളാക്കുകയും ചെയ്തേക്കാം. ആദ്യകാല പ്രത്യാഘാതങ്ങൾ ലോകം ഇതിനകം കാണുന്നു. അസാധാരണമായ കാലാവസ്ഥയും തീവ്രമായ സംഭവങ്ങളും പതിവായി മാറുകയാണ്. കാർബൺ ഉദ്വമനം കുറയ്ക്കുക, പുനരുപയോഗ ഊർജ്ജത്തിൽ നിക്ഷേപം നടത്തുക, വരാനിരിക്കുന്ന പാരിസ്ഥിതിക വെല്ലുവിളികൾക്ക് തയ്യാറെടുക്കുക എന്നിവയുൾപ്പെടെ അടിയന്തര ആഗോള നടപടികളുടെ ആവശ്യകത അവരുടെ കാഴ്ചപ്പാട് ഊന്നിപ്പറയുന്നു. 2025 ആഗോള ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകുമെന്നും ബാബ വാങ്ക പ്രവചിച്ചു. വിഭവങ്ങൾ കുറയുന്നതും വർദ്ധിച്ചു വരുന്ന ആവശ്യവും മൂലമുണ്ടാകുന്ന എണ്ണ, വാതകം, വൈദ്യുതി എന്നിവയുടെ കുറവ് അവർ മുൻകൂട്ടി കണ്ടു. ഈ ക്ഷാമം വ്യാപകമായ വൈദ്യുതി തകരാറുകൾ, സാമ്പത്തിക അസ്ഥിരത, നിർണായക ഊർജ്ജ വിതരണത്തിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചുള്ള സംഘർഷങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. ഫോസിൽ ഇന്ധനങ്ങളെ വളരെയധികം ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് കടുത്ത സാമ്പത്തിക രാഷ്ട്രീയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. പൊരുത്തപ്പെടാൻ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത വികസ്വര രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചേക്കാം. സുസ്ഥിര ഊർജ്ജ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും പുനരുപയോഗിക്കാനാവാത്ത വിഭവങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും അടിയന്തര നടപടികളുടെ ആവശ്യകത ഈ കാഴ്ചപ്പാട് അടിവരയിടുന്നു. പുനരുപയോഗ ഊർജ്ജം ആഗോള ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ സഹായിക്കുമെങ്കിലും ഈ സുസ്ഥിര സ്രോതസ്സുകളിലേക്കുള്ള മാറ്റം വളരെ സാവധാനത്തിൽ സംഭവിക്കുമെന്ന് വാങ്കയുടെ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു. സൗരോർജ്ജം, കാറ്റ്, ജലവൈദ്യുതി തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടത്ര വേഗത്തിൽ വികസിപ്പിക്കുകയോ നടപ്പിലാക്കുകയോ ചെയ്തേക്കില്ല. ഇത് ലോകത്തെ ബദൽ മാർഗങ്ങൾക്കായി തിരയാനും വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്കും സാമ്പത്തിക അസ്ഥിരതയ്ക്കും ഇടയാക്കും. ഇത് ഒഴിവാക്കാൻ രാജ്യങ്ങൾ ശുദ്ധമായ ഊർജ്ജ സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപം നടത്തുകയും ഊർജ്ജ സംരക്ഷണവും കാര്യക്ഷമതയും പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ സൃഷ്ടിക്കുകയും വേണം. ബാബ വാങ്കയുടെ പ്രവചനങ്ങളുടെ കൂടുതൽ ഭാവി വശങ്ങളിലൊന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉയർച്ചയാണ്. 2025 ആകുമ്പോഴേക്കും മനുഷ്യന്റെ ധാരണയെയും നിയന്ത്രണത്തെയും മറികടന്ന് മനുഷ്യ മേൽനോട്ടമില്ലാതെ
തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു സ്വയംഭരണ ശക്തിയായി AI മാറുമെന്ന് അവർ വിശ്വസിച്ചു. സൈബർ ആക്രമണങ്ങൾ, നിരീക്ഷണം, രാഷ്ട്രീയ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യൽ തുടങ്ങിയ ദോഷകരമായ ആവശ്യങ്ങൾക്കായി AI ഉപയോഗിച്ചേക്കാമെന്നതിനാൽ ഇത് ആഗോള സുരക്ഷയ്ക്ക് ഗുരുതരമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കും. AI സ്വതന്ത്ര തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന ആശയം സ്വകാര്യത, സുരക്ഷ, ഉത്തരവാദിത്തം എന്നിവയെക്കുറിച്ചുള്ള ഗണ്യമായ ധാർമ്മിക ആശങ്കകൾ ഉയർത്തുന്നു. AI-യുടെ ദ്രുതഗതിയിലുള്ള വികസനം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട അവസരങ്ങളും വെല്ലുവിളികളും കൊണ്ടുവരുന്നു. AI സാങ്കേതികവിദ്യയുടെ ദ്രുതഗതിയിലുള്ള പുരോഗതി ഇതിനകം തന്നെ തീവ്രമായ ചർച്ചാ വിഷയമാണ്. AI മനുഷ്യരുടെ കഴിവുകളെ മറികടക്കുമെന്നും പല വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നു. ഇത് പ്രവചിക്കാനോ നിയന്ത്രിക്കാനോ പ്രയാസമുള്ള പുതിയ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നു. ബാബ വംഗയുടെ പ്രവചനങ്ങൾ AI-യുടെ വികസനം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്നു. AI ഉത്തരവാദിത്തത്തോടെയും ധാർമ്മികമായും ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ സർക്കാരുകളും നിയന്ത്രണ സ്ഥാപനങ്ങളും മാർഗനിർദ്ദേശങ്ങൾ സ്ഥാപിക്കണം. AI ദൈനംദിന ജീവിതത്തിൽ കൂടുതൽ സംയോജിക്കപ്പെടുമ്പോൾ ദുരുപയോഗം തടയുന്നതിനും അതിന്റെ നേട്ടങ്ങൾ സമൂഹത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും പക്ഷപാതം, സ്വകാര്യത, ഉത്തരവാദിത്തം തുടങ്ങിയ ആശങ്കകൾ പരിഹരിക്കേണ്ടത് നിർണായകമാണ്. പാരിസ്ഥിതികവും സാങ്കേതികവുമായ വെല്ലുവിളികൾക്ക് പുറമെ 2025 വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ അസ്ഥിരതയും ബാബ വംഗ പ്രവചിച്ചു. വിഭവങ്ങൾ ദുർബലമാകുമ്പോൾ ഊർജം, ജലം തുടങ്ങിയ ആവശ്യ ആസ്തികളുടെ നിയന്ത്രണത്തിനായി രാജ്യങ്ങൾ മത്സരിച്ചേക്കാം. ഇത് രാജ്യങ്ങൾ അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും അതിജീവനം ഉറപ്പാക്കാനും ശ്രമിക്കുമ്പോൾ സംഘർഷങ്ങളിലേക്ക് നയിക്കുന്നു. സൈബർ ആക്രമണങ്ങൾ, സൈനിക തന്ത്രങ്ങളിൽ നൂതന സാങ്കേതികവിദ്യയുടെ ഉപയോഗം തുടങ്ങിയ പുതിയ തരത്തിലുള്ള യുദ്ധങ്ങളുടെ ആവിർഭാവം അവർ മുൻകൂട്ടി കണ്ടു. ആഗോള സംഘർഷങ്ങളിൽ സൈബർ ആക്രമണങ്ങളും ഡ്രോണുകളും കൂടുതൽ സാധാരണമായിക്കൊണ്ടിരിക്കുന്നതിനാൽ യുദ്ധത്തിൽ സാങ്കേതികവിദ്യയുടെ പങ്ക് ഇതിനകം വളരുകയാണ്. ആഗോള സാഹചര്യത്തെ കൂടുതൽ വഷളാക്കിയേക്കാവുന്ന പ്രധാന രാഷ്ട്രീയ സഖ്യങ്ങളുടെ തകർച്ചയും വാങ്ക പ്രവചിച്ചു. അന്താരാഷ്ട്ര സഹകരണത്തിന്റെ തകർച്ച, കാലാവസ്ഥാ വ്യതിയാനം, ദാരിദ്ര്യം, ആഗോള സുരക്ഷ തുടങ്ങിയ പങ്കിട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കും. ദേശീയതയും സംരക്ഷണവാദവും വളരുന്ന ഒരു ലോകത്ത് രാജ്യങ്ങൾക്ക് ആഗോള തലത്തിൽ സഹകരിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി തീർന്നേക്കാം. ഈ വിഭജനം കൂടുതൽ പ്രവചനാതീതവും അസ്ഥിരവുമായ ലോകത്തിലേക്ക് നയിച്ചേക്കാം. അവരുടെ ശത്രുത സഹകരണത്തെ മാറ്റി സ്ഥാപിക്കുന്നു. ഈ വെല്ലുവിളികൾക്കിടയിൽ ആത്മീയ ഉണർവിന്റെ സാധ്യതയും ബാബ വംഗ മുൻകൂട്ടി കണ്ടു. ബാഹ്യമായ പ്രക്ഷുബ്ധതയ്ക്കിടയിൽ നിരവധി ആളുകൾ അവരുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള അർത്ഥവും ഉദ്ദേശവും തേടും. ആത്മീയതയിലേക്കുള്ള ഈ മാറ്റം ഒരു പുതിയ സഹാനുഭൂതിയും ഐക്യദാർഢ്യവും സഹകരണവും വളർത്തുകയും പ്രശ്നമുള്ള ലോകത്ത് പ്രതീക്ഷയും പ്രതിരോധശേഷിയും നൽകുകയും ചെയ്യും. മനുഷ്യരാശിയുടെ അതിജീവനം സാങ്കേതിക പുരോഗതിയെയോ രാഷ്ട്രീയ മാറ്റങ്ങളെയോ മാത്രമല്ല, അനുകമ്പയും ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടായ ആത്മീയ ഉണർവിനെയും ആശ്രയിച്ചിരിക്കുമെന്ന് വംഗ വിശ്വസിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആത്മീയ ഉണർവ് എന്ന ആശയം പുതിയതല്ല. ചരിത്രത്തിലുടനീളം കഷ്ടപ്പാടുകളുടെ നിമിഷങ്ങൾ പലപ്പോഴും ആത്മീയതയിലും ആന്തരിക വളർച്ചയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. വാങ്കയുടെ കാഴ്ചപ്പാടിൽ ഈ ഉണർവിന് വ്യക്തികളെയും സമൂഹങ്ങളെയും ഒന്നിപ്പിക്കാനും പങ്കിട്ട ഉദ്ദേശവും പരസ്പര പിന്തുണയും സൃഷ്ടിക്കാനും കഴിയും. ലോകം കൂടുതൽ സങ്കീർണമായ വെല്ലുവിളികൾ നേരിടുമ്പോൾ ബുദ്ധിമുട്ടുകൾ മറികടക്കുന്നതിനും അനിശ്ചിതമായ സമയങ്ങളിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതിനും ആവശ്യമായ പ്രതിരോധശേഷി കെട്ടിപ്പടുക്കുന്നതിന് അടിസ്ഥാന ആത്മീയ മൂല്യങ്ങളുമായി വീണ്ടും ബന്ധപ്പെടുന്നത് നിർണായകമാകും. 2025 ബാബ വംഗയുടെ കൂടുതൽ ശ്രദ്ധേയമായ പ്രവചനങ്ങളിൽ ഒന്ന് ആഗോള രാഷ്ട്രീയ സംവിധാനങ്ങളെ തകർക്കാൻ സാധ്യതയുള്ള ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ മരണമാണ്. ഈ നേതാവിന്റെ മരണം അപ്രതീക്ഷിതമായി മറ്റേതെങ്കിലും നാടകീയ സംഭവങ്ങളിലൂടെയോ ഉണ്ടാകാമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. അത്തരമൊരു പ്രധാന വ്യക്തിയുടെ നഷ്ടം ഒരു ശക്തിശൂന്യത സൃഷ്ടിക്കുകയും അരാജകത്വത്തിലേക്കും അനിശ്ചിതത്വത്തിലേക്കും നയിക്കുകയും ചെയ്യും. ഈ ശൂന്യത നികത്താൻ രാജ്യങ്ങൾ പാടുപെടുകയും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന അധികാരമാറ്റങ്ങൾ വ്യാപകമായ അസ്ഥിരതയ്ക്ക് കാരണമാകുകയും ആഗോള രാഷ്ട്രീയ ഭൂപ്രകൃതിയെ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യും. അത്തരമൊരു നഷ്ടത്തിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. രാഷ്ട്രീയ വിഭാഗങ്ങൾ അധികാരത്തിനായി മത്സരിക്കുന്നതിനാൽ ഒരു പ്രധാന നേതാവിന്റെ മരണം രാജ്യങ്ങൾക്കുള്ളിൽ ആഭ്യന്തര സംഘർഷങ്ങളിലേക്ക് നയിച്ചേക്കാം. കൂടുതൽ അസ്ഥിരത തടയാൻ ആഗോള സമൂഹം ജാഗ്രതയോടെ പ്രതികരിക്കേണ്ടതുണ്ട്. ഈ നഷ്ടത്തോട് ലോകം എങ്ങനെ പ്രതികരിക്കുന്നു, അത് സഹകരണത്തിലൂടെയോ വിഭജനത്തിലൂടെയോ ആകട്ടെ, അത് അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ഭാവിയെ രൂപപ്പെടുത്തും. വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിനും അസ്ഥിരതയ്ക്കുമുള്ള സാധ്യത മനുഷ്യരാശി ഇതിനകം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. ചുരുക്കത്തിൽ 2025 ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ ലോകം പ്രതിസന്ധിയിലാണെന്ന് ചിത്രീകരിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളും ഊർജ്ജക്ഷാമവും മുതൽ കൃത്രിമ ബുദ്ധിയുടെയും ഭൗമരാഷ്ട്രീയ അസ്ഥിരതയുടെയും ഉയർച്ച വരെ വരും വർഷം മനുഷ്യരാശിയുടെ പ്രതിരോധശേഷിയും പൊരുത്തപ്പെടാനുള്ള കഴിവും പരീക്ഷിക്കും. അവരുടെ ദർശനങ്ങൾ അസ്വസ്ഥതപ്പെടുത്തുന്നതാണെങ്കിലും അവ പ്രവർത്തനത്തിലേക്കുള്ള ആഹ്വാനമായി വർത്തിക്കുന്നു. ഭാവി മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ല. കൂട്ടായ പരിശ്രമം, ഉത്തരവാദിത്തമുള്ള നേതൃത്വം, ധാർമ്മിക തെരഞ്ഞെടുപ്പുകൾ എന്നിവയിലൂടെ അതിന്റെ വിധി രൂപപ്പെടുത്താനുള്ള ശക്തി മനുഷ്യരാശിക്ക് ഉണ്ട്. വാങ്കയുടെ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായാലും ഇല്ലെങ്കിലും
അവർ മുൻകൂട്ടി കണ്ട വെല്ലുവിളികൾ യഥാർത്ഥവും അടിയന്തര ശ്രദ്ധ ആവശ്യമുള്ളതുമാണ്. ഇത് നാം എടുക്കുന്ന തീരുമാനങ്ങൾ നാളെയുടെ ലോകത്തെ നിർണ്ണയിക്കും. ഈ വെല്ലുവിളികളെ നേരിടാൻ നാം എഴുന്നേൽക്കുമോ അതോ നമ്മുടെ തിരഞ്ഞെടുപ്പുകളുടെ ഭാരം മൂലം നമ്മൾ പരാജയപ്പെടുമോ? വരും തലമുറകളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ഒരു നിർണായക നിമിഷമായിരിക്കും 2025. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.